പൂക്കുളത്തല അഗ്രി ഫാമിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ സമയത്ത് കൃഷി ചെയ്യാൻ പറ്റുന്ന പച്ചക്കറി വിളകളെ പറ്റിയാണ്. ഇപ്പം നമുക്ക് ഈ സമയത്ത് ശീതകാല പച്ചക്കറികൾ കൂടുതലായിട്ട് കൃഷി ചെയ്യാൻ പറ്റിയ സമയമാണ്, തണുപ്പ് സമയമാണ്. അപ്പോൾ നമുക്ക് ക്യാരറ്റ്, ബീട്രൂട്ട്, ലെറ്റ്യൂസ്, കൂടാതെ കാബേജ്, കോളിഫ്ലവർ, ബ്രോക്കോളി, കാപ്സിക്കം, ബജി ഇതെല്ലാം കൃഷി ചെയ്യാൻ പറ്റിയ സമയമാണ്. അതെല്ലാം നമ്മൾ തണുപ്പ് കാലാവസ്ഥയിലാണ് അത് ഏറ്റവും കൃഷി ചെയ്യുന്നത്. അതിൻ്റെ കൃഷി രീതികളെ പറ്റി പറയുമ്പോൾ കാബേജ്, കോളിഫ്ലവർ ഒക്കെ കൃഷി ചെയ്യുമ്പോൾ 1.5 അടി അകലത്തിൽ ചാലെടുത്ത് അതിൽ കുമ്മായം വിതറി ഒരാഴ്ച വെക്കണം. ഒരാഴ്ച കുമ്മായം വിതറി വെച്ച ശേഷം അതിനകത്ത് നമ്മൾ ജൈവവളങ്ങൾ ചേർത്ത് വേപ്പുമുണ്ടാക്കും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ച ശേഷം അതിലേക്ക് നമ്മൾ വൈകുന്നേരങ്ങളിലാണ് ഈ തൈകൾ നടാൻ ഏറ്റവും പറ്റിയ സമയം. നമ്മൾ രാവിലെ നടാൻ നിൽക്കരുത്, അപ്പോൾ ക്ഷീണം ഉണ്ടാവും. വൈകുന്നേരം നട്ടിട്ട് വേണമെങ്കിൽ ഒരു ചെറിയ ഷെയ്ഡ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ വൈകുന്നേരം നമ്മൾ തൈകൾ നടുകയും ഒരു 1.5 അടി അകലം വെച്ച് ഈ കാബേജും കോളിഫ്ലവറും നട്ട് അതിന് നനച്ചു കൊടുക്കുക. അപ്പോൾ അത് ഒരു 3-4 ദിവസം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ക്ഷീണമെല്ലാം മാറി അതിൻ്റെ പുതിയ കൂമ്പെടുക്കാൻ തുടങ്ങും. പിന്നെ നമ്മൾ ഒരു 15 ദിവസം കഴിയുമ്പോഴത്തേക്കും കുറേശ്ശെ വളങ്ങൾ, ജൈവവളങ്ങൾ അതിൻ്റെ ചാലിലിട്ട് കൊടുത്തുകൊണ്ട് മണ്ണ് കൂട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ കാബേജും കോളിഫ്ലവർ, ബ്രോക്കോളി കൃഷി ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്യാരറ്റ്, ബീട്രൂട്ട്, പാലക്ക് ഇതേപോലെ തന്നെയാണ് അതും കൃഷി ചെയ്യുന്നത്. ബീട്രൂട്ട്, ക്യാരറ്റൊക്കെ നേരിട്ട് വിത്ത് മണ്ണിൽ ഇട്ട് കിളിപ്പിച്ചാണ് ചെയ്യുന്നത്. കാരണം അത് തൈ ആക്കിയ ശേഷം പറിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വേരുകൾ അത് ശരിയായ രീതിയിൽ കിഴങ്ങും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് നേരിട്ട് നമ്മൾ വിത്ത് പാകി കിളിപ്പിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ പയർ അല്ലെങ്കിൽ പച്ചമുളക് ഏത് കൃഷി ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം ബേസിക്കായിട്ട് ചെയ്യേണ്ടത് കുമ്മായം മണ്ണിൽ വിതറി അത് ഇളക്കിയിടണം. ഒരു 10 ദിവസം മിനിമം ഇടുക എന്നുള്ളതാണ്. സാധാരണ പലരും വന്ന് ചോദിക്കും എങ്ങനെയൊക്കെ ചെയ്യേണ്ടത്, അത് വാട്ടരോഗം വന്നു അല്ലെങ്കിൽ ഇന്ന രോഗങ്ങൾ വന്നു. അപ്പം നമ്മൾ ആദ്യം ബേസിക്കായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല എന്നാണ് നമ്മൾ അവരുടെ ആ ചോദ്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ മറുപടിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ പലരും ചോദിക്കുന്നത് എങ്ങനെ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ഇപ്പം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബേസിക്കായിട്ട് പച്ചക്കറി കൃഷി ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും ചെയ്യേണ്ട കാര്യം കുമ്മായം മണ്ണിൽ വിതറി അതിൻ്റെ അമ്ലത്വം കുറയ്ക്കുക, pH ലെവൽ കണ്ടീഷനാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ പല രോഗങ്ങളും നമുക്ക് പച്ചക്കറി കൃഷിയെ രക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ പയർ കൃഷിയെ പറ്റി പറയാം. പയർ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ തടവെടുത്ത് അതിനകത്ത് കുമ്മായം വിതറി ഒരാഴ്ച വെച്ച ശേഷം നമ്മൾ ജൈവവളം വേപ്പുണ്ടാക്കി ചേർത്ത് നമ്മളതിനകത്ത് പയറിൻ്റെ 3-4 കുരു നട്ടു, അല്ലെങ്കിൽ പയറിൻ്റെ തൈ ഒരു 2-3 നട്ടു. നട്ട് കഴിഞ്ഞ് അത് കുരുവാണ് ഇടുന്നെങ്കിൽ മുളച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ആരോഗ്യമുള്ള ഒരു 2 അല്ലെങ്കിൽ 3 നിർത്തിയാൽ മതി. ബാക്കിയൊന്നും അതിനകത്ത് നിർത്താൻ പാടില്ല. അപ്പോൾ അതിനെ നനച്ച് പരിപാലിച്ച് അത് പയർ 1.5 മീറ്റർ അകലമെങ്കിലും വേണം ഒരു പയറിൽ നിന്ന് മറ്റൊരു പയറിലേക്ക്. അത് പന്തൽ വേണ്ടതാണെങ്കിൽ പന്തലിലേക്ക് കയറ്റി കൊടുക്കണം. കുറ്റിപ്പയറാണെങ്കിൽ പന്തൽ വേണ്ട. ചിലത് അധികം ഹൈറ്റ് വെക്കാത്തതായിരിക്കും. ചാരി കൊടുത്തു കഴിഞ്ഞാൽ അത് ചെറിയ കമ്പ് വെച്ച് കൊടുത്ത് അത്തലോട്ട് കയറി ധാരാളം വിളവ് തരും. ഈ പയർ കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പയർ നട്ട് അതിന് വള്ളി നീളാൻ തുടങ്ങുമ്പോൾ മുതൽ ശ്രദ്ധ വേണം. കാരണം ഈ പയറിൻ്റെ വള്ളി ഒരിക്കലും കൂട്ടി പിരിഞ്ഞ് പോകാൻ അനുവദിക്കരുത്. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പന്തലിൻ്റെ മുകളിൽ നിന്ന് അതിനെ താഴെ നിന്ന് കയറുകയാണെങ്കിൽ ഈ ചാക്കുനൂല് നമ്മൾ കെട്ടിയിട്ട് വലിച്ച് കെട്ടി നമ്മൾ അത് ഓരോ തല മെല്ലെ അതിന് മേലെ കെട്ടി വെച്ചിട്ട് അങ്ങനെ പല ഭാഗത്തേക്കായിട്ട് വിടണം. പന്തലിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ തന്നെയും അത് ഒരിക്കലും അത് കൂട്ടിമുട്ടി അത് പിരിഞ്ഞു പോകാൻ അനുവദിക്കരുത്. അപ്പോൾ നമുക്ക് വിളവ് കുറഞ്ഞു പോകും. അങ്ങനെയാണ് പയർ കൃഷി ചെയ്യേണ്ടത്. അതുപോലെ തന്നെയാണ് പാവൽ, പടവലം, ഞരമ്പൻ അല്ലെങ്കിൽ കുടവലം ഇതുപോലെ തന്നെയാണ് കൃഷി ചെയ്യുന്നത്. നമ്മൾ തടവെടുത്ത് ഒരു 1.5 മീറ്റർ അകലത്തിൽ 1.5-2 മീറ്റർ അകലം വരെ കുഴപ്പമില്ല. നമ്മൾ പന്തലിൽ കയറ്റി വിടുകയാണ്.
പാവലിനൊന്നും അങ്ങനെ നമ്മൾ ഈ പയറിന് ചെയ്യുന്നത് പോലെ നമ്മൾ ഈ വള്ളി കൂട്ടിക്കെട്ടുമൊന്നുമില്ല, അത് നേരെ അങ്ങ് പൊക്കോളും. പാവലും പടവലും കക്കരിയും ഒരിക്കലും ഒരു പന്തലത്തിൻ്റെ കയറ്റി വിടാൻ പാടില്ലെന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. അത് ഈ പരാഗണമൊക്കെ നടക്കുമ്പോൾ അത് വളരെ പ്രശ്നങ്ങൾ സംഭവിക്കാറുണ്ടാവുകൊണ്ട് അത് വേറെ വേറെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതിന് അത് കൃഷി രീതികളെല്ലാം ഒന്ന് തന്നെയാണ്. നമ്മൾ കുമ്മായം മണ്ണിൽ വിതറി 10 ദിവസം വെച്ച് ശേഷം വീണ്ടും രണ്ടാമത് ജൈവവളങ്ങൾ ചേർത്ത് വേപ്പുണ്ടാക്കി ചേർത്ത് വിത്തിട്ട് അല്ലെങ്കിൽ തൈ വെച്ച് അത് പരിപാലിച്ച് കയറ്റിക്കൊണ്ടുവരിക. കക്കിരിയാണെങ്കിൽ ഇതുപോലെ തന്നെ. കക്കിരിയൊക്കെ ആണെങ്കിൽ അധികം പന്തല കയറുന്നതുകൊണ്ട് പന്തല കയറാതെ തന്നെ ഹൈബ്രിഡ് വെറൈറ്റിയൊക്കെ ആണെങ്കിൽ അധികം ഹൈറ്റ് പൊങ്ങി പോകത്തില്ല. അപ്പം നമ്മൾ കമ്പുകൾ കുത്തി ചില്ലുകൾ കൊടുത്ത് അതിൻ്റെ മുകളിൽ കയറ്റി വിട്ട് വിളവ് എടുക്കാൻ പറ്റുന്നതാണ്. ഹൈബ്രിഡ് കക്കിരിയൊക്കെ ആണെങ്കിൽ ഓരോ മുട്ടിനും ഓരോ പൂവുണ്ടാവും, ധാരാളം വിളവുകളുണ്ടാവും. അത് പെട്ടെന്ന് കായ്ക്കുകയും പെട്ടെന്ന് തിരിയുകയും ചെയ്യും. അതാണ് ഈ ഹൈബ്രിഡ് വെറൈറ്റിപ്പെട്ട കക്കിരികൾ കൃഷി ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ മറ്റ് കൃഷികളായ വെണ്ട, വഴുതന, തക്കാളി ഇവ കൃഷി ചെയ്യുമ്പോഴും അതും ചാലിൽ നമുക്ക് ചെയ്യാം. വെണ്ടയും തക്കാളിയും പച്ചമുളകൊക്കെ ചാലാക്കിയിട്ട് നമ്മൾ ചെയ്തിട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ അത് ഒരു 1-1.5 അടി അകലത്തിൽ നമ്മൾ തൈകളോ വിത്തുകളോ ഒക്കെ നമ്മൾ അതിനകത്ത് നട്ട് അത് പരിപാലിച്ച് കൊണ്ടുവരാം. എപ്പോഴും ചെയ്യേണ്ടത് ഇതാണ്, നമ്മൾ കുമ്മായം വിതറുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കുമ്മായം നമ്മൾ ഉപയോഗിക്കുമ്പോൾ മറ്റ് ഒരു വളങ്ങളുമായിട്ട് കൂട്ടിക്കലർത്താൻ പാടില്ല. അത് കുമ്മായം മറ്റു വളങ്ങളുമായിട്ട് കൂട്ടിക്കലർത്തുമ്പോൾ അതിൻ്റെ മറ്റു വളങ്ങളെ നിർവീര്യമാക്കാനുള്ള കഴിവ് കുമ്മായത്തിനുണ്ട്. അതുകൊണ്ടാണ് കുമ്മായം ഒരു കാരണവശാലും മറ്റു വളങ്ങളുമായിട്ട് കൂട്ടിക്കലർത്തി നമ്മൾ ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ നമ്മൾ രാസവളങ്ങളും ജൈവവളങ്ങളും കൂട്ടിയിടുന്നതും അത്ര നല്ലതൊന്നുമല്ല. നമ്മളെപ്പോഴും ജൈവവളമാണ് നല്ലത്. മണ്ണിൽ നമ്മുടെ കൂടുതൽ ബാക്ടീരിയകൾ നമുക്ക് കൃഷിക്ക് ആവശ്യമായ എല്ലാം ഉണ്ടായി വരും. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ട് ഈ ജൈവവളങ്ങൾ ഉപയോഗിക്കാൻ പറയുന്നത്. പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ഈ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് കുതിർത്ത് വെച്ച് ഒരു 4 ദിവസം കഴിഞ്ഞ് ചാണക സ്ലറിയുമായി യോജിപ്പിച്ച് ഒഴിച്ചാൽ വളരെ നല്ലതാണ്. വളരെ വിളവ് കിട്ടും, നല്ല ആരോഗ്യത്തോടെ വരും. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നന്നായിട്ട് വളരുന്ന ഒരു വിളയാണ് ചോളം. അധികം ആർക്കും അതിനെപ്പറ്റി പരിചയമില്ലാത്തതുകൊണ്ടാണ് അത് കൃഷി ചെയ്യാത്തത്. ചോളം ഇതുപോലെ തന്നെ നമ്മൾ ചാലാക്കി ഒരു 1.5 അടി അകലത്തിൽ, 1.5 അടിയൊന്നും വേണ്ട, 1 അടി അകലം മതി. നമ്മൾ തൈ നട്ട് നമ്മൾ പരിപാലിക്കുകയാണെങ്കിൽ ഒരു ചോളത്തിൽ നിന്ന് 2 ചോളം ഇങ്ങനെ നമുക്ക് കിട്ടും. അത് ചിലപ്പോൾ 3 കിട്ടാം. ചോളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് സാധാരണ എല്ലാവരും അത് നമ്മൾ പുഴുങ്ങി തിന്നുക അങ്ങനെയൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, നമ്മൾ ചോളം കൃഷി ചെയ്ത് അത് വിളവെടുക്കാൻ നല്ല മൂത്ത് പാകമായി കഴിയുമ്പോൾ അതിൻ്റെ പോള ഉണങ്ങി കഴിയുമ്പോൾ അത് പറിച്ചെടുത്തിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെയിലത്ത് ചുണക്കി നമ്മൾ പൊടിച്ചു വെച്ച് കഴിഞ്ഞാൽ വളരെ കാലം അത് കേടുകൂടാതെ സൂക്ഷിക്കും. അത് നല്ല ഒരു ഫുഡാണ്. ചോളത്തിൻ്റെ പുട്ടുണ്ടാക്കാം, പല സാധനം അതിനകത്ത് ഉണ്ടാക്കാം. അപ്പോൾ ചോളം കൃഷി നല്ല ഒരു കൃഷിയാണ്. അധികം ആരും പരിചയമില്ലാത്തൊരു കൃഷിയാണ്. അതെല്ലാം നല്ല ആരോഗ്യത്തിനൊക്കെ നല്ലതാണ്. അപ്പോൾ ചോളം നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നൊരു വിളവാണ്. അതുപോലെ നിത്യവഴുതന. നമുക്ക് നിത്യവഴുതന പറഞ്ഞാൽ എപ്പോഴും നമുക്ക് ആദായം കിട്ടുന്ന ഒരു ഇതാണ്. ഈ പാവൽ, പടവലം, കക്കിരിയൊക്കെ കൃഷി ചെയ്യുന്ന പോലെ തന്നെയാണ് അതും. തടവെടുത്ത് അതിനകത്ത് നമ്മൾ തൈയോ അല്ലെങ്കിൽ വിത്ത് ഇട്ട് കിളിപ്പിച്ച് നമ്മൾ കൃഷി ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെയാണ് പച്ചക്കറി നമ്മൾ ചെയ്യുന്നത്. മൊത്തത്തിൽ നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ എല്ലാ കൃഷിയിലും നമ്മൾ ചെയ്യേണ്ട മൊത്തത്തിലുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ജൈവവളങ്ങൾ ഉപയോഗിക്കുക, നല്ല രീതിയിൽ കേടുകൂടാതെ നമ്മൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ ശരീരമാണെങ്കിലും രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നോക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഡോക്ടർമാരൊക്കെ പറയും. അപ്പം നമ്മൾ അത് അങ്ങനെ സംരക്ഷിച്ച് കൊണ്ടുവന്നാൽ നമുക്ക് ആരോഗ്യമുള്ള ശരീരം കിട്ടും. അപ്പം നമ്മൾ ഈ പച്ചക്കറി കൃഷിയാണെങ്കിലും അധികം കെമിക്കൽ ഉള്ള കീടനാശിനികൾ ഉപയോഗിക്കാതെ ജൈവ കീടനാശിനികൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ നമ്മുടെ ശരീരത്തിനുള്ളതാണ്. അപ്പം നമ്മൾ ഇപ്പോൾ പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മുടെ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു ഓർഗാനിക് ജൈവ കീടനാശിനിയുണ്ട്. അതാണ് നമ്മൾ കൂടുതലായി പ്രൊമോട്ട് ചെയ്യുന്നത്.
ആൾക്കാരെ കൊണ്ടുപോയിട്ട് വളരെ റിസൾട്ടാണ്. എല്ലാവരും ചോദിച്ച് വാങ്ങുന്ന ഒരു കീടനാശിനി ജൈവ കീടനാശിനിയാണ് ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞത്. അത് നമ്മൾ ആഴ്ചയിൽ രോഗം വരാതെ നോക്കാൻ വേണ്ടി ആഴ്ചയിൽ ഒരു ദിവസം വൈകുന്നേരമാണ് ഏറ്റവും നല്ലത്. അത് നമ്മൾ സ്പ്രേ ചെയ്യാൻ വേണ്ടി 3 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുക. ഒരു ശകലം കൂടിയാലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു 4 മില്ലി ആയാലും കുഴപ്പമൊന്നുമില്ല. അത് ഇലയുടെ അടിയിലും മേലയിലൊക്കെ വരുന്ന രീതിയിൽ നമുക്ക് അത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ രോഗം വരാതിരിക്കും. ഈ വെള്ളീച്ച എന്നൊക്കെ പറഞ്ഞ ആ ഈച്ചയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് തന്നെ ആ വെള്ളീച്ചയൊക്കെ അതിനകത്ത് മാറിപ്പോകും. അത് കഠിനമാണെങ്കിൽ ഒന്നും കൂടെ അടിച്ചാൽ മതി. വെള്ളീച്ചയ്ക്കൊക്കെ സൂപ്പറാണ്. അത് ആഴ്ചയിൽ 1 വെച്ച് നമ്മൾ പരമാവധി നമ്മൾ അത് സ്പ്രേ ചെയ്യുക. അപ്പോൾ രോഗം വരാതിരിക്കും. രോഗം വന്ന് ചികിത്സിക്കാൻ നിൽക്കാതെ രോഗം കഠിനമായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കെമിക്കൽ ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ സ്ഥിരമായിട്ട് ആഴ്ചയിൽ 1 വെച്ച് ഈ പച്ചക്കറി കൃഷി ചെയ്യുന്നത് അത് നമ്മൾ ഉപയോഗിക്കുക. ഇതാണ് ബിഗ് ബോസ്. ഇത് ഇലചുരുട്ടിപ്പുഴു, മുരടിപ്പ്, മറ്റ് പുഴുക്കൾ ഇതിനെല്ലാം നല്ലതാണ്. ഒരു വക എല്ലാ രോഗങ്ങൾക്കും നല്ല ഒരു പ്രോഡക്റ്റാണിത്. അപ്പം ഇത് വാങ്ങുക, ഉപയോഗിക്കുക. ഇത് നമ്മുടെ നേഴ്സറി ലഭ്യമാണ്. ബിഗ് ബോസ് ആവശ്യമുള്ളവർ നമ്മുടെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. കൂടാതെ നമ്മുടെ നേഴ്സറിയിൽ എല്ലാത്തരം പച്ചക്കറി വിത്തുകളും നാടൻ വിത്തുകൾ, ഹൈബ്രിഡ് വിത്തുകളൊക്കെ ഉണ്ട്. 35 വർഷമായിട്ട് നമ്മൾ ജനങ്ങളുടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന നേഴ്സറിയാണ്. അപ്പം എല്ലാ കാര്യങ്ങൾക്കും നമ്മളെ സമീപിക്കാവുന്നതാണ്. നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ, നമുക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനും സന്തോഷമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഈ വീഡിയോയുടെ അടിയിൽ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട്. നമ്മൾ ആവശ്യക്കാർ സംശയങ്ങളും എല്ലാത്തിനും നമ്മൾ മറുപടി കൊടുക്കുന്നതുമായിരിക്കും. ബന്ധപ്പെടുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണുന്നവരെ ബൈ.